വീഡിയോ കണ്ടല്ലോ സുഹൃത്തുക്കളെ നമസ്കാരം. ഞാൻ മിനിജ് തോമസ്. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ 100 വയസ്സുള്ള ന്യൂകാസിൽ എന്ന മനോഹരമായ സ്ഥലത്താണ്. അതിന് തൊട്ടടുത്തുള്ള സ്ഥലമാണ് അല്ലേ? അതെ, മെയ്റ്റ്ലാൻഡ്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ചോദിക്കാം. ന്യൂകാസിൽ മലയാളികൾക്ക് ജീവിക്കാൻ പറ്റിയ സ്ഥലമാണോ എന്നൊക്കെ നമുക്ക് ചോദിച്ചു നോക്കാം അല്ലേ? കാരണം വന്ന് കണ്ടിട്ട് നല്ല മനോഹരമായ ഒരു സ്ഥലമാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ ടോണിക്കുട്ടൻ്റെ വീട്ടിലാണ്. അവരെന്താണ് ഇന്ന് പ്രോഗ്രാം ചാർട്ട് ചെയ്തേക്കുന്നത്, അവരോട് തന്നെ നമുക്ക് വിശദമായിട്ട് ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം. എന്നാണ് എല്ലാവരും ഓക്കെ അല്ലേ? എല്ലാം ഓക്കെ. നമുക്ക് തുടങ്ങിയ ഇന്നത്തെ ട്രിപ്പ് തുടങ്ങിയേക്കാം. ഇന്നത്തെ ട്രിപ്പ് തകർത്തേക്കല്ലേ? അതെ. അപ്പോൾ ഇന്ന് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? ഇന്ന് നമ്മൾ ചാറ്റ് ചെയ്തേക്കെന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ ന്യൂകാസിൽ പോകും. ന്യൂകാസിൽ സിറ്റി ഒക്കെ കാണിക്കാം. ഒരു അടിപൊളി വൈബുള്ള ടൗൺ ആണ്. ശരിയൊക്കെ സുഖമായിട്ട് പോകണം ആണല്ലേ? ഇന്നാൾ നമ്മൾ ഇവിടെ വെച്ച് കണ്ടോ, ഇവിടെ വെച്ച് മീറ്റ് ചെയ്തതാണ്. പക്ഷേ അഭിനുണ്ട്, നമ്മുടെ ചങ്കളെല്ലാം ഇവിടെ നിൽപ്പുണ്ട്. ബിബിനുണ്ട്, ഇവിടെ സോനി സാറുണ്ട്, നമ്മുടെ അരുണുണ്ട്, നമ്മുടെ സനൽ സാറുണ്ട്. എല്ലാവരും സെറ്റല്ലേ? എല്ലാവരും സെറ്റാണ്. പിന്നെ ഈ പറഞ്ഞ ഈ ന്യൂകാസിൽ ഞങ്ങൾ ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് കണ്ട വേറെ കാര്യം വെച്ച് കഴിഞ്ഞാൽ നല്ല വെതറാണ്. അതിന്റെ പ്രത്യേകത നിങ്ങൾ എന്താണ് ഈ ന്യൂകാസിൽ തിരഞ്ഞെടുക്കാൻ കാരണം? ന്യൂകാസിൽ തിരഞ്ഞെടുക്കാൻ കാരണം ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ അത് ടു ഹ്യൂജ് ടൗൺ അല്ല. പിന്നെ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വെതറും ഇവിടുത്തെ വൈബും അതുപോലെയാണ്. ന്യൂകാസിൽ മലയാളികളുടെ ഒരു വൈബ് ഞാൻ കണ്ടായിരുന്നു. അടിപൊളിയല്ല. ഇവിടുത്തെ ആൾക്കാർ നല്ല സൂപ്പർ ആൾക്കാരാണ്. അടിപൊളിയാണ്. പിന്നെ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഇവിടെ. ഔട്ട്ഡോർ ലിവിംഗ് അടിപൊളിയാണ്. ഈവനിങ്ങിലെ വെതർ അടിപൊളിയാണ്. നമുക്ക് ഒത്തിരി സ്വെറ്റിംഗ് ഇല്ല, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ. പിന്നെ നമ്മുടെ സിഡ്നി ആണെങ്കിലും 150 കിലോമീറ്റർ ഉള്ളൂ. പിന്നെ നമുക്ക് ഇവിടെ ന്യൂകാസിൽ ആകെ ഉണ്ടായിരുന്ന ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ എയർപോർട്ട് ആയിരുന്നു. അത് ഇന്റർനാഷണൽ എയർപോർട്ട് ആക്കി ജാലു വൈപ്പസ് ഫ്ലൈറ്റ് തുടങ്ങിയിട്ടുണ്ട്. 12ാം ക്ലാസ് വരെ ഉണ്ട്. പിന്നെ അവിടെ ഷോപ്പിംഗ് കോംപ്ലക്സ് പണിതുകൊണ്ടിരിക്കുന്നു. ഇതെടുക്കാൻ കഴിഞ്ഞാൽ പിന്നെ ഇത് അടിപൊളി ഒരു പ്രീമിയം സബർബാണ് അവിടുത്തെ. നമസ്കാരം. എന്നാണ്ടേ നമ്മുടെ റാമിന്റെ ഒറിജിനൽ ഉടമസ്ഥം വന്നേക്കാണല്ലേ? നമുക്ക് തകർക്കണ്ടേ? നമ്മൾ നേരെ ന്യൂകാസിൽ അല്ലേ? നമ്മൾ ഏകദേശം ന്യൂകാസിൽ എടുക്കുന്നല്ലേ? ന്യൂകാസിൽ ടൗണ്. ഇതാണ് ന്യൂകാസിലിന്റെ ഹൃദയഭാഗങ്ങൾ അല്ലേ? ഇവിടെ ടൗൺ അവിടെ അങ്ങോട്ടും ഇല്ലേ? വലിയ ബിൽഡിംഗ് ആണ്. ന്യൂകാസിലിന്റെ കറക്റ്റ് സെന്റർ ആണിത്. ഇവിടെയാണ് നമ്മുടെ മെയിൻ പോർട്ടൊക്കെ വരുന്നത്. പോർട്ട് ഓഫ് ന്യൂകാസിൽ. ബോട്ടല്ല, ഷിപ്പ് കെട്ടി വലിച്ചോണ്ട് വരുന്നത് കാണാൻ പറ്റും ചിലപ്പോ അല്ലേ? അതെ. എന്തോ ഒരു കണ്ടതുപോലെ തോന്നലേ. സമയം ശരിയാണെങ്കിൽ ഇതില് മറ്റേ അത് എന്താണെന്ന് പറയും, ഇത് ന്യൂകാസിലെ പ്രത്യേകത ഇവിടുത്തെ വേൾഡിലെ ഏറ്റവും വലിയ കൽക്കരി ഷിപ്പ്യാർഡാണിത്. അത് കോളിന്റെ അത് വേൾഡിലെ കെട്ടി വലിച്ചോണ്ട് വരിക അല്ലേ? അതായത് കെട്ടി വലിച്ചിട്ട് ആ സൈഡിലത്തെ കണ്ടോ ചെറിയ ബോട്ടുകൾ, അത് കെട്ടി കൊണ്ടുവരുന്നത്. അതെ, അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഇരിക്കാനും പറ്റിയ സ്ഥലമാണ്. ഇത് ന്യൂകാസിലാണ്. അതുകൊണ്ട് ആ കിടക്കുന്നുണ്ട്. അതെല്ലാം ഷിപ്പിംഗ് ഇതാണ്. കാണാൻ രസമുണ്ട് അല്ലേ? ഇവിടുന്ന് ഈ ബോട്ട് ഷിപ്പ് കൊണ്ടുവന്നുണ്ടോ? അവിടെ ഷിപ്പ് യാർഡാ. അവിടെ പോട്ടാ. അവിടെയോട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു 10 ഷിപ്പ് കിടപ്പുണ്ടാവും. അത് മുഴുവൻ ഇങ്ങനെ കോൾസ് ലോഡ് ചെയ്യുന്ന കോള് ലോഡ് ചെയ്ത് ഇവിടുന്ന് പിന്നെ തിരിച്ച് ഇറങ്ങി പോകും. ഇവിടുന്ന് ഇതെല്ലാം ചൈനയ്ക്ക് പോകുന്നു. അവിടെ പോയിട്ട് അവർ കൽക്കരി ഹീറ്റ് ബഡ്സ് ആയിട്ട് തിരിച്ച് ഇങ്ങോട്ട് വരുന്നു. ക്രൂസ് ഷിപ്പും ഉണ്ട്. ഇവിടെ മലയാളികളൊക്കെ ക്രൂസ് ഷിപ്പല്ലേ ഉള്ളു. അവരൊക്കെ ഇവിടെ നിന്ന് ഇറങ്ങുന്ന. ഇവിടെ നമ്മുടെ അന്ന് പോയ ഷിപ്പില്ല, അതിന്റെ പേര് കാർണിവൽ ക്രൂയിസ് ഇവിടെ വന്നിട്ടുണ്ട്. ന്യൂകാസിൽ അടിപൊളിയാണ്. ന്യൂകാസിൽ ടൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി വൈബാ. വൈറ്റ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഫ്രൈഡേസും സാറ്റർഡേസ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് വൈബ് ടൗൺ. ഈ ബീച്ചിന്റെ പേര് ബീച്ചാ? ഇത് നോബീസ് ബീച്ച്. ഇത് ന്യൂകാസിലിന്റെ ഹൃദയഭാഗത്തുള്ള ബീച്ചാ ഇത്. ആൾക്കാർ വോളിബോൾ കളിക്കുന്നില്ലേ? പിന്നെ ബീച്ച് വോളി ഇത് അടിപൊളിയാണ്. ഇവിടെ പിന്നെ ഫാമിലി ആയിട്ടൊക്കെ എല്ലാവരും വരുന്ന മലയാളീസും എല്ലാവരും വരും ഇവിടെ. ഇവിടെ ന്യൂകാസിലെ ബ്യൂട്ടിഫുൾ തിങ് എന്ന് പറഞ്ഞാൽ കുറെ അടിപൊളി ബീച്ചുകളുണ്ട്. അതിലൊരു ബീച്ചാണ് നോബീസ് ബീച്ച്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് കറക്റ്റ് ഇത് ന്യൂകാസിലിന്റെ ഈ കാണുന്നുണ്ടോ? ഇതാണ് ന്യൂകാസിലിന്റെ സെന്റർ. അതിന്റെ കറക്റ്റ് സെന്ററിലാണ് ഇത് വന്നേക്കുന്നത്. വളരെ വൈബേ. കാരണം നമ്മുടെ ഇപ്പം ഞങ്ങളുടെ വിക്ടോറിയയിലൊക്കെ ഏകദേശം ഒരു തണുപ്പായി തുടങ്ങി. ഓട്ടോ അല്ലേ? തണുപ്പായി തുടങ്ങി. അപ്പൊ ഈ ബീച്ചിലൊക്കെ ഇപ്പൊ ആൾക്കാർ ഒരു ഇച്ചിരി കുറവാണ്. പക്ഷെ ഇവിടുത്തെ ആൾക്കാർ മുഴുവൻ വൈബ്. കാരണം ചൂടായതുകൊണ്ട്. ഇവിടുത്തെ കാലാവസ്ഥ അതുപോലത്തെ വെതർ അടിപൊളിയല്ലേ ഇവിടെ. അതുകൊണ്ട് ഇവിടെ ബീച്ച് ലൈഫ് ഭയങ്കര ഇവിടെ. ഓസ്ട്രേലിയ എന്ന് പറയുമ്പോൾ ബീച്ചസ് ആണല്ലോ. അതെ. ഔട്ട്ഡോർ ലിവിങ്ങിന് അടിപൊളി രാജ്യമാണ് അത്. ഈ കോസ്റ്റൽ സൈഡ് ഉണ്ടല്ലോ, ഈ സെൻട്രൽ കോസ്റ്റ്, ന്യൂകാസിൽ, പോർട്ട് മക്വറി, കോവ്സ് ഹാർബർ, ഇത് ബെസ്റ്റ് സ്ട്രിപ്പാണ്. ഇത് ഇവിടുത്തെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് അടിപൊളി സ്ഥലങ്ങളാണ് ഇതെല്ലാം. ഈ ബീച്ചുകളും ഇതും എല്ലാം ആയിട്ട് ഇവിടെ പരിചയമുണ്ടല്ലോ, ഇവിടെ കണ്ടുപരിചയമുണ്ടല്ലോ ഇവരെ. നിങ്ങൾ എവിടുന്ന് വരുന്നവരാ?
എവിടുന്ന് കണ്ടുപരിചയമുണ്ടല്ലോ. കൂളി ഗ്ലാസ് വെച്ച് കാഴ്ചകളൊക്കെ കാണുന്നത്. കൂളി ഗ്ലാസ് വെച്ച് കാഴ്ചകളൊക്കെ കാണുമായിരുന്നു അല്ലേ? വരുണെല്ലാം ഓക്കെ അല്ലേ? കാണുന്നുണ്ടോ? രണ്ടുപേര് എവിടെയോ പോയല്ലോ, മുങ്ങിയിട്ടുണ്ട്. ഇങ്ങോട്ടുണ്ട്, അവരെ പൊക്കണം. നമ്മള് സോനിയെ വിക്ടോറിയക്ക് ഇത് ഇങ്ങോട്ട് മാറണമെന്ന് നിങ്ങൾ ഈ ഐസ്ക്രീം ഒക്കെ മേടിക്കുന്നെന്നാ? ഇത് കണ്ടിട്ട് എന്നാണ്ട് പോലെ പിസ്സാ ഗോപുരോ? ഗോപുരോ? അത് ഓഷ്യംബാത്തിന്റെ ഒരു സൈഡാ അതല്ലേ? അത് പിള്ളേർക്കൊക്കെ പറ്റിയ ഒരു ബാത്ത് ചെയ്യാൻ പറ്റിയതാണ് ആ സ്ഥലം അല്ലേ? അതിന്റെ അപ്പുറത്ത് വലിയവർക്കൊക്കെ ആയിട്ടുള്ളതുണ്ട്. ഉണ്ട്, ഇച്ചിരി ഡീപ്പായിട്ടുള്ള അല്ലേ? ഡീപ്പായിട്ടുള്ളതുണ്ട്. പിന്നെ നല്ല മനോഹരമായ ബീച്ച്, എന്ത് രസമല്ലേ കാണാനായിട്ട്. ആൾക്കാരിങ്ങനെ സൺബാത്തൊക്കെ ചെയ്ത് ഇരിക്കുന്ന സ്ഥലമാണ്. എല്ലാം നമ്മുടെ ഈ ഓസ്ട്രേലിയയിൽ എവിടെ ചെന്നാൽ ഇതുപോലൊക്കെ ഒരു പ്ലേസ് ഉണ്ട് അല്ലേ? മിക്ക സ്ഥലങ്ങളിലും ഉണ്ട് ഒരു പ്ലേസ് എന്ന് പറയുന്നത്. നല്ല മനോഹരമായ സ്ഥലം. സാറ്റർഡേ സൺഡേ ഒക്കെ അവരിങ്ങനെ അവരുടെ ലൈഫ് സ്റ്റൈൽ ഇങ്ങനെയാണ്. അതെ അതെ. നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഏകദേശം അങ്ങനെ ആയിക്കൊണ്ടിരിക്കുക, അങ്ങനെ പയ്യെ ആയിക്കൊണ്ടിരിക്കുന്നു അല്ലേ? ഇപ്പൊ നമ്മൾ കാഴ്ചകൾ കാണാനും പോകാനൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ തുടങ്ങിയിട്ടില്ല. തീർച്ചയായും. റെസ്ക്യൂ ടീം പോകുന്നുണ്ടോ? അവിടെ എന്തോ ഇഷ്യൂ ആയിട്ടാണ് തോന്നുന്നു. റെസ്ക്യൂ ടീം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചിലവര് അവരെന്തോ ട്രെയിനിങ്ങിന്റെ ഭാഗമൊക്കെ ആയിട്ട് ചെയ്യും. ഇവിടെ ഇതൊക്കെ നമ്മുടെ ഈ ബീച്ചുകൾ, അതായത് ആളുള്ള ബീച്ചുകൾ, എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായാലും ആൾക്കാർ പെട്ടെന്ന് ചെല്ലും. അതെ അതെ. നിങ്ങൾ വന്നിട്ട് ഭാര്യനെ വിളിച്ചോ? വന്നിട്ടോ വിളിച്ചോ? ഉണ്ടോ? സ്നേഹമുള്ള ഭാര്യയോട് സ്നേഹമുള്ള ഒരാൾ, ഭാര്യയോട് സ്നേഹമുള്ള ഒരാൾ മാത്രമേ ഉള്ളൂ. ഭാര്യയോട് സ്നേഹമുള്ള ഒരാളുണ്ടോ? അല്ല, ഭാര്യ ഇപ്പൊ ഉണ്ടായത് പുറകോട്ട് മാറിയതാ. ഇതെന്നാ സാർ, ഇത് തോമരപ്പയറാണോ? ഉറപ്പാണോ? കാട്ടുപയറാണോ നമ്മളെ തിന്നാൻ കൊള്ളുന്നതാണോ? എനിക്ക് വേണ്ട, നിങ്ങൾ നിന്നിട്ട് തൊമരപ്പയർ ഉണക്കുണ്ടല്ലേ? അവിടെ ന്യൂ സൗത്ത് വെയിൽസിന്റെ ബീച്ചിന്റെ തൊട്ട് സൈഡ് നിൽക്കുന്ന സാധനമാണ്. വേണേ 1 കിലോ അങ്ങ് പറിച്ചേക്കാം. കണ്ട ഇത് ന്യൂകാസിലുണ്ട്, പൊളി സ്ഥലമാണ്. അതായത് ഞാൻ നേരത്തെ നമ്മൾ ബ്രിസ്ബൻ ഇതുവഴി കയറി പോയിട്ടുണ്ട്, പക്ഷേ ഇങ്ങോട്ടൊന്നും അധികം എക്സ്പ്ലോർ ചെയ്യാൻ വന്നിട്ടില്ല. ഈ പ്രാവശ്യമാണ് ഇവിടെ ടോണി ഒക്കെ നമ്മളിവിടെ കൊണ്ട് എക്സ്പ്ലോർ ചെയ്തത്. ടോണിയുടെ അടുത്ത് വന്ന് നമ്മളിവിടെ എക്സ്പ്ലോർ ചെയ്തത്. അടിപൊളി സ്ഥലം കേട്ടോ. നല്ല ഇത് ഇപ്പം നമ്മൾ നടക്കുന്ന ഒരു ആൻസാക്ക് ബ്രിഡ്ജാണ്. അത് ഭയങ്കര വെട്ടിക്കിട്ടാണ് കാണാൻ. കാരണം ഇവിടെ എന്നാ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിക്ടോറിയ അപേക്ഷിച്ച് ഇവിടെ തണുപ്പ് കുറഞ്ഞ സ്ഥലമാണ്. അപ്പം ബീച്ച് വൈബും ബീച്ചിലെ ആൾക്കാരൊക്കെ അവരുടെ മൂവ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഒത്തിരി ഉണ്ട്. മലയാളികൾക്കൊക്കെ സെറ്റിൽ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. പക്ഷേ ഇവിടെയൊക്കെ ഭയങ്കര വിലയാണ്. ഈ സൈഡിലൊക്കെ വീട് മേടിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഭയങ്കര ചൂടല്ലേ? ചൂടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു അതിൻ്റെ പേര് ഹണി ഫാക്ടറി, ചെറിയൊരു പബ്ബ്, അവിടെ കയറി എന്തെങ്കിലും കഴിക്കാൻ അല്ലെങ്കിൽ ചെറിയ ദാഹജലം കിട്ടുമെന്ന് നോക്കാം അല്ലേ? ആത്മാവിൻ്റെ ഒരു കുളിര് കൊടുത്തില്ലല്ലോ. നാരങ്ങാവെള്ളം എന്തെങ്കിലും കുടിക്കാം, അകത്തോട്ട് കയറിയിട്ട്. അതുപോലെ ഞങ്ങൾ ന്യൂകാസിലൊക്കെ സിറ്റിയൊക്കെ പോയി കണ്ടൊക്കെ ഇറങ്ങി അല്ലേ, മനസ്സൊക്കെ തണുപ്പിച്ച് നമ്മൾ ടോണിയുടെ വീട്ടിൽ വന്നേക്കാണ്. ഇനി അടുത്ത പ്ലാൻ ടോണിയോട് ചോദിച്ചു നോക്കാം. എന്താണ് എന്തോ സാൻഡ് ഡ്യൂൺസിലൊക്കെ പോകാനാണ് പറയുന്നത്. നേരെ അവരോട് ചോദിക്കാം. പാത്രം അതിനിപ്പോ എല്ലാം ക്ലീൻ ചെയ്ത് ഏറ്റവും വലുത് നമ്മുടെ ക്ലീൻ ചെയ്ത പാർട്ടി പോയോ? 250 പേരുണ്ടായിരുന്നു. ഇത് എല്ലാം കൂടെ ആണല്ലേ? ഇവിടെ അപ്പൊ ഇനി നമ്മുടെ പരിപാടി എങ്ങനെ? ഇന്ന് നമ്മുടെ അടിപൊളി, നമ്മുടെ ന്യൂകാസിലൊക്കെ സൂപ്പർ സ്ഥലം കേട്ടോ. അടിപൊളി, പൊളിച്ചല്ലേ? അതാ പറഞ്ഞത്. അതുകൊണ്ടാണ് ന്യൂകാസിലൂടെ ആൾക്കാർ ഇങ്ങനെ വരുന്നത്. ആണല്ലേ? ഇനിയിപ്പോ അടുത്ത നമ്മൾ സാൻഡ് ഡ്യൂൺസ് അല്ലേ? ഇത് അടുത്ത സാൻഡ് ഡ്യൂൺസ്. അത് പൊളി സ്ഥലമായിരിക്കും. അത് കാണിച്ചു തരാം. അതൊരു വലിയൊരു സ്ട്രിപ്പാണോ. കുറെ ഫ്രണ്ട്സ് ഒക്കെ വരുന്നില്ലേ? നമ്മള് ദുബായിലൊക്കെ പോയി ഡ്രൈവ് ചെയ്യുന്ന ഫീലായിരിക്കും. ആണല്ലേ? പിന്നെ അവിടെ നമ്മളെ സാൻഡ് ഡ്യൂൺസ് കയറാൻ പോവാണല്ലേ? സാൻഡ് ഡ്യൂൺസ് ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മൊത്തം സാൻഡ് ഡ്യൂൺസ് ആണ്. സാൻഡ് ഡ്യൂൺസ് ആണ്. അപ്പൊ നമ്മുടെ വണ്ടികളെല്ലാം ഇവിടെ ഉണ്ട്. നമ്മൾ എത്ര വണ്ടിയല്ലേ പോകുന്നത്? 1 2 3 4 വണ്ടി. നമ്മുടെ ചങ്കുകളെല്ലാം ഇവിടെ ഉണ്ട്. കണ്ടല്ലേ? എല്ലാരും ഉണ്ട്. കയറാനുള്ള ഒരു തയ്യാറെടുപ്പിലാണല്ലേ? അതിനു മുമ്പ് നമ്മൾ കാറ്റടിച്ചു വിടണം. നമ്മൾ എത്ര പീസ് ചെയ്യാ? 18 പീസ്. ഇനി അവിടെ സാൻഡ്യൂൺസ് ചെന്നിട്ട് ഇനി ചിലപ്പോ കുറയ്ക്കേണ്ടി വരും അവിടെ ചെന്നിട്ട്. വണ്ടി പതയാണെങ്കിൽ പതയാണെങ്കിൽ. അതെ അതെ അതെ. അപ്പൊ ഇതൊരു ഈ ഒരു വണ്ടിയുണ്ട്. 18 ഓക്കെ. അപ്പൊ നമ്മള് നേരെ ക്ലിന്റെ ഓക്കെ അല്ലേ? എല്ലാം സെറ്റ് അല്ലേ? സാർ
അരുണ എല്ലാം ഓക്കെ അല്ലേ? ഓൾ സൂട്ട് ഡബിൾ ഗുഡ്. അതെ, നമ്മുടെ അടുത്ത വണ്ടി ഇതേ പോകുന്നത് ഇതാറ് വണ്ടിയാണ്. ഇതിന്റെയും കാറ്റ് ഒഴിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ വണ്ടിയുടെ ഓണർ നമ്മൾ തപ്പിക്കൊണ്ടിരിക്കുക. അതെ പുള്ളിയാണ് അതിന്റെ ഓണർ അല്ലേ? ഇവന്റെ മലയാളി ഈ വണ്ടിയുടെ മലയാളി പുള്ളിയല്ലേ? ആ. ഓക്കെ ഓക്കെ. ഈ പുള്ളിക്ക് പഞ്ചഷോപ്പാ. അതിന്റെ പുള്ളി കുത്തിയിട്ടിട്ട് അവൾ ഒട്ടിക്കും. പിന്നെ നമ്മുടെ പുതിയ പേരെന്നാ? ലിയോ. നമ്മുടെ ജോണി വാക്കല്ലാത്ത മാറി നിൽക്കുന്ന പുള്ളിയുടെ ഷേപ്പ്. ഇത് ജേഡി കേട്ടോ. ജേഡി അല്ലേ? ജേഡി ഫ്രാങ്കോ അങ്ങനെയൊന്നും അല്ല, ജാക്ക് ഡാനിയൽസ് ഒന്നും അല്ല, ഞങ്ങളുടെ സ്വന്തം ജേഡി. ഞങ്ങളുടെ സ്വന്തം ജേഡി കേട്ടോ. ന്യൂകാസിൽ ജേഡി. പിന്നെ നമ്മുടെ റാമുണ്ട് അല്ലേ? പിന്നെ നമ്മുടെ റാമുണ്ട് അല്ലേ? സഹാറ നമ്മുടെ അരുണിന്റെ വണ്ടിയുണ്ട്. അപ്പൊ എല്ലാരും സെറ്റല്ല പോകാനായിട്ട്. പിന്നല്ലാതെ കാറ്റടിച്ച് വിട്ട് കഴിഞ്ഞാൽ ഉടനെ പോയേക്കാല്ലേ? പിന്നല്ലാതെ നമ്മൾ കാറ്റങ്ങനെ തിരിച്ചടിക്കും. പെട്രോൾ പമ്പ് മേടിക്കും. പെട്രോൾ പമ്പ് അടിക്കാം. സാൻഡ്യൂൺസ് കയറാനുള്ള ഒരു പരിപാടിയിലാണ്. ഞങ്ങൾ നേരത്തെ സിംസൺ ഡെസേർട്ട് നമ്മൾ ഇവിടുന്ന് ക്രോസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനേക്കാൾ അത്ര ഇല്ലെന്നാണ് ഇവർ പറഞ്ഞത്. പക്ഷേ ഭയങ്കര രസമായിരിക്കും. അപ്പോൾ ഏതായാലും നമുക്ക് നേരെ നമ്മുടെ വണ്ടിയൊക്കെ കാറ്റടിച്ച് വിട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം അതിനൊരു ഇതുണ്ടല്ലോ, കാറ്റടിച്ച് ഇത്ര 18 PSI അങ്ങനെ കണ്ടെത്തുന്നു. അത്രയും പറഞ്ഞണം. അത് കഴിഞ്ഞിട്ടാണ് കയറുന്നത്. അല്ലെങ്കിൽ വണ്ടി കടന്ന് പുതയാൻ തുടങ്ങും. അപ്പോൾ ഏതായാലും നമുക്ക് നേരെ അകത്തോട്ട് സെറ്റല്ലേ? അണ്ടർ കണ്ടോളാം. എങ്ങനെയാണ് പുതിയ കളത്തിലോട്ട് കയറാൻ പോകണം. പുതിയ കളത്തിലോട്ട് കയറാൻ പോകാം. ഇതുവഴി അകത്തോട്ട് ഈ ഗേറ്റ് കഴിഞ്ഞാണ്ടല്ലോ പുതിയ ലോവാ. അതെ, നമുക്കൊരു സിംസൺ ഡെസേർട്ട് ക്രോസ് ചെയ്യണം. ഇത് ക്രോസ് ചെയ്യാൻ പറ്റുമോ നോക്കിട്ട്. ഇത് ക്രോസ് ചെയ്ത് നമ്മൾ ഉറപ്പായിട്ടും ക്രോസ് ചെയ്യും. സെറ്റല്ലേ? ഫുൾ സെറ്റ്. എത്ര പ്രാവശ്യം പോയിട്ടുണ്ട് ഇവിടെ? കുറെ പ്രാവശ്യം പോയിട്ടുണ്ട്. ആണല്ലേ? ഞങ്ങള് സിംസൺ ഡെസേർട്ട് ക്രോസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. നമുക്കൊരു ദിവസം പോകണം. ഓക്കെ, നമുക്ക് സെറ്റ് ആക്കാം. നമുക്ക് ഇനി അടുത്ത വലിയ അഡ്വഞ്ചറുകൾ പിടിക്കാം. ഒരു വലിയ ലെവൽ. എല്ലാരും ഓക്കെ അല്ലേ? ഓൾ സെറ്റ്. അപ്പൊ നേരെ നമുക്ക് പോയേക്കാം. ഓക്കെ, നമ്മൾ ട്രാക്ഷൻ ഓഫ് ചെയ്ത് ഇപ്പൊ ഹൈല തന്നെ കിടക്കണേ. കാരണം സ്പീഡ് കുഴപ്പമില്ല, നമുക്ക് പതുക്കനെ പോകണു. നമ്മളിനി ചെന്നിട്ടാണ് അടുത്ത പരിപാടികൾ. അപ്പൊ നേരെ നമുക്ക് അങ്ങോട്ട് പോവാം. അതെ, ഓക്കെ. നമ്മള് പെട്ടെന്ന് ഗൾഫിൽ ചെന്നൊരു പ്രതീതിയാണല്ലോ. ബമ്പ സെറ്റപ്പ് ആട്ടോ. ഒരാളവിടെ പെട്ടു, കേറിയില്ല. അതിനു മുമ്പേ അവിടെ ഒരാൾ പെട്ടുപോയി. എന്താ, ഒരാളവിടെ പെട്ടു. ഏതായാലും നമുക്ക് നോക്കാം. നമ്മള് ഒരു ഗൾഫിൽ ചെന്ന പ്രതിയാ പെട്ടെന്ന്. അടിപൊളി വൈബ് ഇവിടെ. അവിടെ നമുക്ക് ഫിഷ് ചെയ്യാം. ഓ, അങ്ങനെ സെറ്റപ്പ് ഒക്കെ ഉണ്ട്. ഇനി കുറച്ച് അങ്ങോട്ട് നൈറ്റിലേക്ക് നമുക്ക് ക്യാമ്പ് ചെയ്യാം. നേരത്തെ കൂട്ടി ബുക്ക് ചെയ്യണം. നൈറ്റിലൊക്കെ കിടക്കണേ. പിന്നെ നേരെ ഇനി ഇവിടുന്ന് ഒരു 20 കിലോമീറ്റർ ഉണ്ട് മൊത്തം ബീച്ചിന്റെ ഡ്രൈവ് അല്ലേ? പൊളിയല്ലേ? അൽപ്പൊളി ആണല്ലേ? അത് കുഴപ്പമൊന്നുമില്ല. വണ്ടി കയറുന്ന വണ്ടിയാ. സാറേ എങ്ങനെയുണ്ട് വണ്ടി ഓടിച്ചിട്ടേ? അടിപൊളിയല്ലേ? എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? നല്ല അടിപൊളിയല്ലേ? അല്ല, നമ്മള് സിംസൺ ഡെസേർട്ട് നിങ്ങളില്ലായിരുന്നു. ഇന്ന് നമുക്ക് പോണം സിംസൺ. ഓൾ ഗുഡ് അല്ലേ? പൊളി പരിപാടി. സൂപ്പർ ഡൂപ്പർ ബ്ലോക്ക് ബസ്റ്റർ. നമ്മുടെ ഡെസേർട്ട് വന്നിട്ട് സംഭവം ചെയ്തതാണ്. ടയറിന്റെ ഒരു പരിവായി. ഇതെന്നാ പറ്റി? ടയർ ഊരിപ്പോയല്ലേ?
വണ്ടിയുടെ വയലിലേക്ക് അടിച്ചിട്ട് അവിടെ ഇരുന്ന് ചെറുതടിച്ചിട്ട് ചങ്കടിച്ച് ആവും കൂട്ടോ. അയ്യോ ഇത് വിഷയമായി. പണിയായല്ലോ. നിങ്ങളോട് കാക്കനെ പറഞ്ഞോണ്ടിരിക്കല്ലോ, വണ്ടി ഇവിടെ പെട്ടു. വണ്ടി വെട്ടു, ടയറൊക്കെ ഓടി. പ്രാർത്ഥനയില് പൊട്ടിയട്ടാ. ടയർ പൊട്ടിയല്ലേ? വേറെ സ്റ്റെപ്പിനി ഉണ്ടോ? മുതലാളിയോട് ചോദിച്ചിട്ടുണ്ട്. മുതലാളി ആണല്ലേ? ഏതായാലും കൊള്ള ഒരു സംഭവം. കാറ്റ് 18 അതെ, ഏതായാലും ഇങ്ങനെ ഒരു അവസ്ഥയിൽ പെട്ടു. പക്ഷെ ഇതൊക്കെ അഡ്വഞ്ചർ എന്ന് പറയുന്നല്ലേ. റിമ്മ് ടയർ വെളി വന്നു ചാടിയിട്ട്. ഇനി ഇത് മാറ്റാനുള്ള പരിപാടിയാണ്. അങ്ങനെ ഞങ്ങളുടെ ഡെസേർട്ട് ട്രിപ്പ് കഴിഞ്ഞ് ഞങ്ങൾ താഴെ ഇറങ്ങിയിട്ടുണ്ട്. വണ്ടിക്ക് കാറ്റടിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ കാറ്റെല്ലാം ഊരിയിട്ടിട്ടാണ് ഞങ്ങൾ പോയത്. വണ്ടിക്ക് 1-2 ചെറിയ ആക്സിഡന്റ് എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ ടയർ തെന്നിപ്പോയി. അതൊക്കെ സെറ്റാക്കി ഞങ്ങളെല്ലാവരും ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി കാറ്റടിച്ചിട്ട് വേണം നേരെ വീട്ടിലോട്ട് പോകാൻ. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ പരിപാടികളൊക്കെ? എങ്ങനെയുണ്ടായിരുന്നു? വേറെ കണ്ടെത്തുന്നുണ്ടല്ലോ, ഒരു 14 വണ്ടി പോകും. 14 വണ്ടി കുത്തി കയറുന്നു ഇറങ്ങുന്നു താനും. ഇതുപോലൊരു പരിപാടി എങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും? പറഞ്ഞു ഇതിങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാൻ ഒക്കത്തില്ല. ശരിയാ, നമ്മുടെ പരിപാടി പൊളിയല്ലായിരുന്നോ? പരിപാടി പൊളിച്ചില്ലേ? ന്യൂകാസിൽ എങ്ങനെയുണ്ട്? അടിപൊളി, പൊളി. അത് പ്രത്യേകിച്ച് ഡെസേർട്ട് നല്ലായിരുന്നു. നിങ്ങൾക്ക് വഴി അറിയാവുന്നതുകൊണ്ട് നമ്മൾ വെളി ഇറങ്ങി. അതെ അതെ അതെ. ഓക്കെ, അപ്പൊ താങ്ക് യു. നെക്സ്റ്റ് ടൈം നമുക്ക് പൊളിക്കാം. ഓക്കെ. ഈ സംഭവം എന്ന് പറഞ്ഞാൽ കിഡു പരിപാടിയായിരുന്നു. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. വണ്ടിയുടെ ടയറൊക്കെ ചെറുതായിട്ട് ഒന്ന് തെന്നി ഊരി മാറി. പക്ഷേ അത് നമ്മൾ സെറ്റാക്കി. ഇപ്പം നമ്മൾ നേരെ വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിശേഷം ലൈക്ക് ചെയ്യാം. അപ്പോൾ അടുത്ത നല്ല വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.